14-ാം ദിവസം രാവിലെ 10 മണി. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുര വീഞ്ഞിൽ ശലഭം വരവായി, അടടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാൻ ഒരു കുറിവ. രാവിലെ 11 മണി. എൻ്റെ ജീവിതകഥ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയും അമ്മയും ഇവരെ രണ്ടുപേരെയും ആയിരിക്കുമെന്നായിരിക്കും നിങ്ങൾ കരുതുക. പക്ഷേ ഞാൻ അവരെ എല്ലാം സ്നേഹിച്ചത്. ഞാൻ പ്രധാനമായിട്ട് എൻ്റെ അണ്ണൻ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്ന് ഓർക്കുമ്പോൾ, കക്ഷി പുറത്തുണ്ട്, പക്ഷെ ഇപ്പം ഈ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കക്ഷി എൻ്റെ കൂടെ ഇല്ലെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. അത് ഞങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഫണ്ണ് എൻ്റർടൈൻമെൻറ്റ് 24/7 ഞങ്ങൾ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആടോ. ഇപ്പം ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. സത്യത്തിൽ റിയലി ഈ ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ദിവസം വന്നപ്പോൾ തൊട്ട് ആ ഒരു ഫസ്റ്റ് ഡേ നൈറ്റ് തൊട്ട് എനിക്ക് എൻ്റെ അണ്ണനെ മിസ്സായി തുടങ്ങുകയാണ്. എൻ്റെ അണ്ണനെ ഞാനൊക്കെ ഒരുപോലെയാണ് ഈ ബിഗ് ബോസ് ഷോയിൽ എന്ന് പറഞ്ഞാൽ 50 അല്ല 100 ദിവസം വരെ വേണമെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, അത് എൻ്റെ ലൈഫിൽ കുറേ നല്ലതും മോശവുമായ ഒരുപാട് ട്രാജഡി നിറഞ്ഞ മൊമെൻറ്റ്സ് വരെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് പോരാ, അതൊക്കെ ഒരു നിറയെ എപ്പിസോഡ് വേണ്ടി വരും. ഓഗി എന്ന ഞാൻ ഒരു ഷോയിലെത്തുകയും അതിലൂടെ ജനമനസ്സുകളെ കീഴടക്കുകയും ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കുന്നത്. 50 ദിവസം ഇവിടെ നിന്നില്ലെങ്കിലും പ്രേക്ഷകരുടെ പിന്തുണ പ്രകാരം എത്ര ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമോ അത്ര ദിവസം എനിക്കിവിടെ നിൽക്കണം തന്നെയാണ്. സോ ഇതന്നെയാണ് ബിഗ് ബോസ് എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബിഗ് ബോസ്.